മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ, മിണ്ടാപ്രാണികളില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. അവരോടുള്ള കരുണ കൊണ്ടാണ് മനുഷ്യരിൽ വെള്ളം കുടിച്ചു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രമാത്രം തിന്മകൾ വ്യാപകമായിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് അല്ലാഹു നൽകുന്ന നിഅമത്തുകൾക്ക് പരമാവധി ശുക്ർ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ റബ്ബ് തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സക്കാത്ത് തടയപ്പെടുന്നത് മറ്റൊരു കാരണമാണ്. മഴ പെയ്യുന്നതിന് താമസമാകുന്നത് സക്കാത്ത് തടയുന്നതിന് മറ്റൊരു കാരണമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ലം യുഖ്തർ സക്കാത്തു അംവാലിഹി ഇല്ലാ മുനിൽ ഖത്റു. സക്കാത്ത് തടയുന്നത് കാരണമായിട്ട് സദഖകൾ നമ്മൾ പങ്കുവയ്ക്കേണ്ടത് മാനുഷികമായിട്ട് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന കുറെ കഴിവുകളുണ്ട്. അത് സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കൽ മാത്രമല്ല, ഒരാൾക്ക് ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന, പ്രയാസം കൊണ്ട് മനസ്സുയരുന്ന ഒരാളുടെ വാക്കുകളെ ഒരല്പനേരം കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ അതിനുള്ള സമയം നമ്മൾ കൊടുക്കുന്നത് അവനെ സഹായിക്കുന്നതിന് തുല്യമാണ്. അതിനുള്ള മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കരുണയെ, നമുക്ക് അല്ലാഹു നൽകുന്നതായ അനുഗ്രഹങ്ങളെ നമുക്ക് പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകും. അതിനുള്ള മനസ്സില്ലാതെ ഇടുങ്ങിയ ചിന്താഗതികൾ, ഇടുങ്ങിയതായ ചിന്താഗതികൾ മനുഷ്യന്മാരെപ്പോഴാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തടയപ്പെടുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സോളമൻ എന്നറിയപ്പെടുന്ന ലോകചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇതുപോലെ വല്ലാതെ ഒരു അവസ്ഥ വന്നു. മഴ പെയ്യാതെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി, മനുഷ്യർ മരിച്ചു വീഴാൻ തുടങ്ങി, മൃഗങ്ങൾ ചത്തൊടുക്കാൻ തുടങ്ങി, അവരുടെ കൃഷികൾ നശിക്കാൻ തുടങ്ങിയപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ പരിഹാരങ്ങളെ വിളിച്ച് മഴയെ തേടുന്നതിന് ഇസ്തിസ്ഖാഇന്റേതായ മഴ തേടിയുള്ളതായ നമസ്കാരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. അങ്ങനെ ജനങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഒരരികിൽ ഉറുമ്പ് സംസാരിക്കുന്നത്, ഉറുമ്പ് ദുആ ചെയ്യുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുകയാണ്. ഉറുമ്പ് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നക ലാ തഅലമു അന്നഹു ലാ യൻസിലുൽ ബലാഉ ഇല്ലാ ബിദംബിൻ. പാപം കാരണമായിട്ടല്ലാതെ ഇവിടെ ഒരു ശിക്ഷയും ഇറങ്ങുകയില്ല. വലാ യർഫുൽ ബലാഉ ഇല്ലാ ബിതൗബത്തിൻ. അതിനുള്ളതായ തൗബ ചെയ്തല്ലാതെ ആ ബലാ മുസീബത്ത് നീങ്ങുകയില്ല. വനാനുൽ ഖൽഖു മിൻ ഖലായിക. നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു നിസ്സാരമായ സൃഷ്ടികളാണ് നാം. ഫലാ തുഹ്ലികു ബിദുനൂബി ബനി ആദം. ആദം സന്തതികൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകളുടെ തോതനുസരിച്ച്, തിന്മയുടെ